നമുക്കൊക്കെ ഒരു പ്രാർത്ഥന വിഷയം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം എന്താ? നമുക്കൊരു ഹൃദയത്തിൽ നമുക്കൊരു പ്രാർത്ഥന വിഷയം ഉണ്ടാകുന്നു, ഒരു ആഗ്രഹം, എന്തെങ്കിലും ഒരു അത്യാവശ്യം, നമ്മുടെ ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ഏത് മേഖലയിൽ ഒരു പ്രാർത്ഥന വിഷയം വരുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നത് പൊതുവെ നമ്മൾ ബ്രദേഴ്സിനെ വിളിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് പരിചയമുള്ള നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ നമ്മുടെ സഹോദരങ്ങളെ വിളിച്ച് നമ്മൾ ആ പ്രാർത്ഥന വിഷയം പറയും, അല്ലേ? എനിക്ക് വേണ്ടി ഒന്ന് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ, എൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾ കൂടെ ഒന്ന് ഒരുമിച്ച് ദൈവസന്നിധി ഒന്ന് പറയണമേ. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ദൈവവചനം പറയുന്നു, ഒരു മനസ്സോടെ ഒരേ ആത്മാവോടെ നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ യാചിക്കുന്നത് ദൈവം ചെയ്ത് തരും എന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും കർത്താവിന്റെ സന്നിധിയിൽ ഒരു മനസ്സോടെ ഒരേ ആത്മാവോടെ ചോദിക്കുന്ന വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. കർത്താവ് ശക്തമായി അതിന്റെ മേൽ പ്രവർത്തിക്കും. നമുക്കറിയാവുന്ന വിഷയമാണ്. ദൈവം പലപ്പോഴും നമ്മുടെ മേൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. നമുക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഒരു ഡൗട്ട് ഇതാണ്, എൻ്റെ സംശയം ഒരു ചെറിയൊരു ചോദ്യത്തിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ആരാണ്? സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കുന്നത് ആരാണ്? ആരാണ്? യേശുവാണ്. യേശു എന്ന ഏക മധ്യസ്ഥം മാത്രമേ നമുക്കുള്ളൂ. കാരണം വചനം പറയുന്നു, കർത്താവായ യേശുവാണ് നമ്മുടെ മധ്യസ്ഥൻ. ഇന്ന് ക്രിസ്ത്യാനിയുടെ മധ്യസ്ഥൻ ആരാണ്? ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മളൊക്കെ ഇന്ന് മധ്യസ്ഥരുടെ പിന്നാലെയാണ്, അല്ലെ? പലരും മധ്യസ്ഥമാണോ മാധ്യസ്ഥമാണോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ, ഇനി അതിന്റെ പിന്നാലെയുള്ള ഓട്ടം, തിയോളജിക്കലായിട്ടുള്ള പഠനങ്ങൾ, ഒത്തിരി ഡൗട്ടും ഒക്കെ ആക്കിയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തുമാകട്ടെ, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിന് മുൻപേ അറിയുന്നവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു മാത്രമേ നമുക്ക് മധ്യസ്ഥനായിട്ടുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. യേശു മാത്രമേ എനിക്ക് മധ്യസ്ഥനായിട്ടുള്ളൂ, വേറെ ആരും ഇല്ല എന്ന പക്ഷക്കാരൊന്ന് കൈ ഉയർത്താമോ? വേറെ ആരുമില്ല, യേശു മാത്രമേ ഏക മധ്യസ്ഥനായിട്ടുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നു. വചനം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 26 മുതൽ വായിച്ച് നമ്മൾ ഇന്ന് വചനചിന്തയിലേക്ക് കടന്നു പോകാം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നിർവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്, പിന്നെ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ. ഈ ആത്മാവ് എപ്പോൾ മാധ്യസ്ഥം വഹിക്കും എന്നുള്ളത് കൂടെ നമ്മൾ പഠിക്കണം. ആത്മാവ് എല്ലായ്പ്പോഴും മാധ്യസ്ഥം വഹിക്കുമോ, അതെയോ ഈ ആത്മാവ് എപ്പോഴാണ് മാധ്യസ്ഥം വഹിക്കുന്നത് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ 26 മുതൽ നമ്മൾ ഒന്നുകൂടി വായിക്കുകയാണ്. നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ പ്രതിസന്ധിയിൽ, ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ കഴിവില്ലായ്മയിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് ബലഹീനമാണ്. നമ്മൾ പറയും, സാധാരണ നമ്മൾ ചില സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട ബസ്സിൽ കയറുമ്പോൾ വികലാംഗർക്ക് ഉള്ള സീറ്റ് റിസർവ്ഡ് ആണ്, അല്ലേ? കാല് വയ്യാത്തവർക്കോ കൈ വയ്യാത്തവർക്കോ എന്തെങ്കിലും അംഗവൈകല്യമുള്ളവർക്ക്, ബലഹീനമാക്കപ്പെട്ടവർക്ക്, ഏതെങ്കിലും ശാരീരിക ബലഹീനത ഉള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് സീറ്റ് റിസർവ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ബലഹീനത എന്താ? നമ്മുടെ ബലഹീനത ഏതോ ഒരു കാര്യത്തിൽ നമുക്ക് ബലഹീനമാണ്. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഒരു പ്രതിസന്ധിയുണ്ട്. അതെന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. താഴോട്ട് വായിക്കുമ്പോൾ, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. എപ്പോ? എൻ്റെ ബലഹീനതയിൽ, എൻ്റെ ശക്തി കുറഞ്ഞ നിമിഷത്തിൽ, എനിക്ക് എവിടെയോ ഒരു പ്രതിസന്ധി ഉള്ളപ്പോൾ, ഒരു പ്രശ്നമുള്ളപ്പോൾ ആത്മാവ് എന്നെ സഹായിക്കുന്നു. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടായികയാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഈ സിറ്റുവേഷൻ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് താങ്ങാനാവാത്തൊരു വിഷമം വരിക, നമ്മൾ ചിലപ്പോൾ പിച്ചും പേയൊക്കെ പറയും, അല്ലേ? സ്വബോധത്തോടെ ആയിരിക്കില്ല നമ്മൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ പിച്ചും പേയും പറയും. അപ്പം നമുക്ക് വേണ്ടപ്പെട്ടൊരു വ്യക്തി, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നമ്മളിൽ നിന്നും വേർപെട്ട് പോയി. ഒരു പക്ഷെ മരണത്തിലൂടെ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലൂടെ ആകാം. സാധാരണ മരണ വീട്ടിലൊക്കെ മരിച്ച ആളുടെ വേണ്ടപ്പെട്ട ആൾ എണ്ണി കരയുന്നോ, അങ്ങനെ എന്തൊരു വാക്ക് പറയുമല്ലോ, നിലവിളിച്ച് കരയുമ്പോൾ പിച്ചുമ്പയൊക്കെ പറയുന്ന പോലെ അതിനെന്തോ ഒരു വേർഡ് പറയാറുണ്ട്, എനിക്ക് ഓർമ്മയില്ല.
നിങ്ങളുടെ ഇവിടെ കരയാറുണ്ടോ അങ്ങനെ? പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏങ്ങി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി പറഞ്ഞ്, എന്നാലും നീ എന്നോടൊന്ന് അങ്ങനെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിലപ്പോൾ നാട്ടുകാരോട് പറയാൻ പറ്റാത്ത കാര്യം വരെ ഈ മരണ വീട്ടിലിരുന്ന് വിളിച്ചു പറഞ്ഞ് ഈ പാവം ഇരുന്ന് കരയുന്ന കാണാം. കാരണം അതിൻ്റെ മനസ്സിന്, ആത്മാവിന് ആ വേർപാട് താങ്ങാൻ പറ്റത്തില്ല. ഏറ്റവും ചെറിയ കാര്യം വരെ വിളിച്ചു പറയും. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞ് കരയുന്ന പോലെ ചിലപ്പോൾ 10-60 വയസ്സുള്ള വലിയ പൊസിഷനുള്ള ആളുകൾ ഇനിയിപ്പോൾ ഈ കരയുമ്പം ഇദ്ദേഹം ജഡ്ജി ആയതുകൊണ്ട് കരയാതിരിക്കും, വക്കീലായതുകൊണ്ട് കരയാതിരിക്കും, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് കരയാതിരിക്കും, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ഏത് ഭൗതികമായവൻ്റെ ഏത് പൊസിഷനിൽ നിൽക്കുന്നൊരു വ്യക്തിയും ആ വ്യക്തിയുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ ഒക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പം എണ്ണിപ്പറക്കി, ഞങ്ങളുടെ നാട്ടിൽ പറയും അങ്ങനെ എണ്ണിപ്പറക്കി കരയുമെന്ന് പറയും. അതായത് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ്, മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് ഇതിങ്ങനെ വേവലാതിപ്പെട്ട് ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഏറ്റവും വലിയ വിഷമത്തിൻ്റെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എല്ലാം നഷ്ടപ്പെട്ടവന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? വല്ല വചനവും വരുമോ? വല്ല വാക്കും വരുമോ? എന്തെങ്കിലും ഒരു പ്രാർത്ഥന വരുമോ? കണ്ണുനീരല്ലാതെ, ആത്മാവിൻ്റെ നെടുവീർപ്പല്ലാതെ പിന്നെ എന്തെങ്കിലും നമുക്ക് പ്രാർത്ഥനയായിട്ടുണ്ടാവുമോ? പറ്റുമോ? നമുക്ക് ഭയങ്കര സങ്കടം, അത്രയും ശക്തി കുറഞ്ഞ് തകർന്നിരിക്കുന്നവരവനോട് നീ കയറുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒരു ചത്ത ശവം പോലെ അവൻ നിന്ന് പ്രാർത്ഥിക്കുന്ന കാണാൻ പറ്റും. ഇവിടെയാണ് ദൈവവചനം പറയുന്നത്, നിന്റെ ബലഹീനതയിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയത്തില്ല, ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം എന്നറിയത്തില്ല. പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ചില നഷ്ടങ്ങൾ, ചില വേദനകൾ ഒക്കെ ജീവിതത്തിൽ വന്നപ്പോൾ, വലുതൊന്നുമല്ല എന്നാലും ചെറുതല്ലാത്ത ചില വേദനകളൊക്കെ വന്നു കഴിയുമ്പം ഞങ്ങളും പ്രാർത്ഥനയ്ക്ക് ഏകാന്തമായിട്ടൊക്കെ പോയിരിക്കും. സാധാരണഗതിയിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പം ബൈബിൾ വാക്യങ്ങൾ വരും, ദൈവം തൻ്റെ വിശുദ്ധരോട് ഇടപെട്ട നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കും. ഇങ്ങനെ പല രീതിയിൽ പല സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷേ നമ്മുടെ വിഷമത്തിൽ, വേദനയിൽ, അഗാധമായ ദുഃഖത്തിൽ നമ്മുടെ ഹൃദയം നിൽക്കുമ്പോൾ ബ്ലാങ്ക് ആയിരിക്കും, ഒന്നും വരില്ല. ആകെ കണ്ണുനീര് മാത്രമേ ഉണ്ടാവുള്ളൂ. ആകെ ഉള്ളത് കണ്ണുനീര് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വിഷമത്തിൽ, വേദനയിൽ നിൽക്കുമ്പോൾ ദൈവവചനം നമ്മളോട് പറയുകയാണ്, നമ്മുടെ ബലഹീനതയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അതായത് ഒരു ഗദ്ഗതം, ഒരു നെടുവീർപ്പ്, ഒരു ഉള്ളിൻ്റെ ഒരു കാളിച്ച, ഒരു അനക്കം, ഒരു ഹൃദയ നൊമ്പരം, ഇതെല്ലാം ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയായിട്ടാണ് ഉയരുന്നത്. നിന്റെ വേദനയെ അറിയുന്നവൻ, നിന്റെ ഹൃദയത്തെ അറിയുന്നവനാണ് ദൈവം. നമ്മളെല്ലാവരും ചോദിക്കാറുണ്ട്, ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, യേശുവേ ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? യോഹന്നാന്റെ ശിഷ്യന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ യഹൂദർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. യഹൂദരൊക്കെ അപ്പോൾ യാമപ്രാർത്ഥനകളുണ്ട്, കൃത്യമായ പ്രാർത്ഥനാ രീതികളുണ്ട്. തൽമൂദിലും അല്ലെങ്കിൽ മിഷ്നയിലും ഒക്കെ അവരുടെ പ്രാർത്ഥനയുടെ കൃത്യമായ രീതികൾ യഹൂദരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം അറിയാവുന്ന യഹൂദരായ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ഞങ്ങൾ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ഇന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ആർക്കും വലിയ താല്പര്യമില്ല, ആർക്കും വലിയ ഇഷ്ടമില്ല. കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ ഒരു ക്ലാസ് ഞാനിങ്ങനെ കേട്ടു. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്നേ, വെറുതെ യേശു തൻ്റെ ആ ശൈശവത്തിൻ്റെ കാലത്ത് ശിഷ്യന്മാരോട് വെറുതെ ഒരു കാര്യം ഇങ്ങനെ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. പക്ഷേ അത് ശൈശവ കാലഘട്ടമായിട്ട് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി, വളർച്ച പ്രാപിക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ വിട്ടേക്ക്. എന്നിട്ട് പുള്ളി അതിനൊരു കാരണം പറഞ്ഞത്, ബൈബിളിൽ പിന്നെ ശിഷ്യന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ചതായി യാതൊരു വിധ തെളിവുകളുമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, പുള്ളി പറഞ്ഞത് ചരിത്രത്തിൽ ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയതായി യാതൊരുവിധ തെളിവുകളുമില്ല. ഈ രണ്ട് കാര്യമാണ് ആ പെന്തക്കോസ്ത് പാസ്റ്റർ എടുത്തു വെച്ച കാര്യം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, സ്വർഗസ്ഥനായ പിതാവേ എന്ന് എത്ര പ്രാവശ്യം അപ്പസ്തോലന്മാർ ഉരുവിട്ടിട്ടുണ്ട്. പൗലോസ് തന്നെ ലേഖനം എഴുതുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ, ലേഖനത്തിൽ നമ്മൾ മക്കളാകെ കൊണ്ട് സ്വർഗീയ പിതാവ് എന്ന് വിളിക്കാനുള്ള പുത്രത്തിന്റെ അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ ലേഖനങ്ങളിൽ ആ അതേ ആശയം ഇപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ അർത്ഥം അപ്പസ്തോലന്മാരെല്ലാം ദൈവത്തെ സ്വർഗീയ പിതാവ് എന്ന് വിളിക്കാൻ അവർ പഠിപ്പിക്കുകയും ആ പ്രാർത്ഥനയെ അവർ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിലെല്ലാം മറന്നുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറയും. സാധാരണഗതിയിൽ ഈ ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിൽക്കുന്ന ആളുകൾ എപ്പോഴും എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, വചനമാണ് ഏറ്റവും ശക്തി, വചനമാണ് നമ്മൾ അനുസരിക്കേണ്ടത്, വചനം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം,
വചനത്തിനൊരു കൽപ്പനയുണ്ടെങ്കിൽ അതിന് യാതൊരു വിധ മാറ്റവും പാടില്ല, അല്ലേ? അതല്ല ഏറ്റവും കൂടുതൽ വെക്കുന്നത്. നമ്മളാണെങ്കിൽ പാരമ്പര്യം എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ പോകുന്നവരാണ്. പാരമ്പര്യത്തിൽ എന്ത് വിഴുപ്പുണ്ടെങ്കിലും അത് നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ പെന്തക്കോസ്ത് വിശ്വാസം ബൈബിളിന്, വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പക്ഷെ വചനത്തിൽ വ്യക്തമായി സുവിശേഷങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമായി വചനത്തിൽ പറഞ്ഞിരിക്കെ അതിൻ്റെ ആവശ്യമില്ല, അതിന് യാതൊരുവിധ പ്രാധാന്യവും ഇല്ല എന്ന് പറയുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതിന് തെളിവില്ല എന്ന് പറയുമ്പോൾ. ഇനി പോട്ടെ, നമ്മൾ സാധാരണ അപ്പസ്തോലിക പാരമ്പര്യം നമ്മൾ പരിശോധിച്ചാൽ, ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1, 2, 3 നൂറ്റാണ്ടുകളിൽ വിശുദ്ധരായ സന്യസ്തരായ അപ്പസ്തോലിക പിതാക്കന്മാർ ചെയ്തിരുന്നത് 150 പ്രാവശ്യം ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. 150 പ്രാവശ്യം. അതിന് ചരിത്രത്തിൽ അനേക തെളിവുകളുണ്ട്. അതിനെയാണ് നമ്മൾ ചുരുക്കി ഇന്ന് 5 പ്രാവശ്യമാക്കി മാറ്റി, അല്ലെ? ജപമാല ചൊല്ലി, ജപമാല പ്രാർത്ഥനയിൽ 5 പ്രാവശ്യമാക്കി മാറ്റി. അപ്പൊ ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്നവരെന്ന് നമ്മൾ പറയുകയും 150 പ്രാവശ്യം ഉള്ളതിനെ ചുരുക്കി 5 പ്രാവശ്യമാക്കി മാറ്റിയിട്ട് നന്മ നിറഞ്ഞു പറയുന്ന ഒരു പ്രാർത്ഥനയെ നമ്മൾ വലുതാക്കി മാറ്റി. അത് നമ്മൾ കത്തോലിക്കരും യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപ്പസ്തോലിക വിശ്വാസം എന്ന് നമ്മൾ അഭിമാനിക്കുന്ന എല്ലാവരും നമ്മൾ അതിനെ പ്രാധാന്യം കുറച്ച് അതിനെ ചുരുക്കി. ഇപ്പുറത്ത് വചനമാണ് ഏറ്റവും ശക്തി എന്ന് പറയുന്നവരും അതിനെ പൂർണ്ണമായി തള്ളി. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് മക്കൾ അപ്പനെ സ്വർഗീയ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കത് താല്പര്യമില്ല, നമുക്കത് യാതൊരു വിധത്തിലും ആഗ്രഹമില്ല. നമ്മൾ അതിനെ പൂർണ്ണമായി എടുത്ത് മാറ്റി. എന്തുമാകട്ടെ, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണം മക്കൾ, അല്ലെ? നമ്മുടെ മക്കൾ നമ്മളെ പിതാവേ എന്ന് വിളിക്കുന്നതല്ല ഇഷ്ടം. പപ്പ എന്നോ ഡാഡി എന്നോ അപ്പ എന്നോ അപ്പായി എന്നോ ഇങ്ങനെ എന്തെങ്കിലും. ആ സ്നേഹത്തിന്റെ കൂടുതലിൽ ചിലപ്പോൾ ചില വള്ളിയും പുള്ളിയൊക്കെ കൂടും, ചിലതൊക്കെ വേറെ വാക്കുകളൊക്കെ ചേർക്കും. ദേഷ്യം വരുമ്പോഴൊക്കെ വേറെ വാക്കുകളൊക്കെ ചേർക്കുന്നവരുണ്ടാകും. എന്ത് തന്നെയാകട്ടെ, നമ്മുടെ അപ്പനെ നമ്മൾ പിതാവേ എന്ന് വിളിക്കണം. പക്ഷെ നമ്മുടെ സങ്കടം, നമ്മുടെ ഹൃദയം യാതൊരു വിധത്തിലും പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ, ബലഹീനത. ഈ ബലഹീനതയിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും? ഏത് വചനം വെച്ച് പ്രാർത്ഥിക്കും? ഏത് സിറ്റുവേഷൻ വെച്ച് പ്രാർത്ഥിക്കും? അപ്പൊ വലിയ തിയോളജി, വലിയ വാക്കുകളൊന്നും വരൂല, അല്ലെ? വരുമോ? മോൾ ICUവിൽ കിടക്കാണ്, ആ നേരത്തെ വലിയ തിയോളജി ഒക്കെ വരുമോ? ബൈബിൾ വചനപ്രകാരം കൃത്യമായി അന്ന് പഠിപ്പിച്ച പോലെയൊക്കെ വരുമോ? വരില്ല. അപ്പൊ ചിലപ്പോൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും വ്യത്യസ്തമായിരിക്കും. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര് ഒരു പ്രതികൂല സാഹചര്യത്തിൽ, ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ, ഞാൻ എല്ലാവരോടും ഈ ഹോസ്പിറ്റലിൽ രോഗമായിട്ട് കിടക്കുമ്പോൾ ഞാൻ പോയി പറയും, നിങ്ങൾ എന്തായാലും 2-3 ദിവസത്തേക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എന്തായാലും 5 ദിവസം അഡ്മിറ്റാണ്, വേറെ ഒന്നും ചെയ്യാനില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, മാക്സിമം ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കും. പറയാൻ നല്ല സുഖമാണ്. ഒരു പ്രാവശ്യം ഞാൻ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇതത്ര സുഖമുള്ള പരിപാടിയല്ല. ഒരു 4 ദിവസം അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ബൈബിൾ വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബൈബിൾ എടുത്തു വയ്ക്കും. ഒരു 2 അധ്യായം അല്ലെങ്കിൽ 1 അധ്യായം വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ ഔട്ടാവും. ശാരീരികമായി യാതൊരു വിധത്തിലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കും, ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടിരിക്കും. പക്ഷെ ശരീരം തളർന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വണ്ണം നമ്മളെ ഞെരിച്ച് ഒരു വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റും. അപ്പൊ പറയാൻ സുഖമാണ്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ. രോഗിയോട് പോയി ആശ്വാസത്തിന് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പറയാൻ പറ്റും. പക്ഷെ അവർക്ക് പോലും, അല്ലെങ്കിൽ നമുക്ക് പോലും പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് എത്രത്തോളം പറ്റുമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഏത് തരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും? നമ്മൾ ചിന്തിച്ചു നോക്കുക. തിയോളജിക്കലി അല്ലെങ്കിൽ ക്രിസ്റ്റോളജിക്കലി പുസ്തകം എടുത്തു വെച്ചോ പ്രാർത്ഥനകൾ ദൈവവചന അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊന്നും ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് ഇരിക്കില്ല. അവിടെയാണ് ദൈവവചനം പറയുന്നത്, നമ്മുടെ ബലഹീനതയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ആ ബലഹീനതയിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരുവനുണ്ട്, അവനാണ് പരിശുദ്ധാത്മാവ്. പ്രാർത്ഥിക്കേണ്ട വിധം എങ്ങനെയെന്ന് അറിയാത്ത സമയത്ത് പോലും അവാച്യമായ, അതായത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത അവാച്യമായ നെടുവീർപ്പുകൾ കൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവരാണ് പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, ചിലപ്പോൾ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരായിരിക്കില്ല, വായന അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നവരായിരിക്കില്ല. മലയാളം വായിക്കാൻ അറിയാൻ പാടില്ലാത്തവരുണ്ട്, ചിലപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ, ഇങ്ങനെയല്ല പല ഭാഷകളിൽ പ്രശ്നമുള്ളവരുണ്ട്. അപ്പൊ നമുക്ക് ബൈബിൾ എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഭാഷ പ്രശ്നമുള്ളതുകൊണ്ട് അതും പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ളവരെ എങ്ങനെയായിരിക്കും ദൈവം പ്രാർത്ഥിപ്പിക്കുന്നത്? ഏത് തരത്തിലായിരിക്കും ദൈവം പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുന്നത്? ഏത് രീതിയിൽ? കഴിഞ്ഞ ദിവസം എന്നൊരു ഒരു ബ്രദർ എന്നെ വിളിച്ചു. ആള് കണ്ണ് കാണാൻ പറ്റാത്ത ആളാണ് വർഷങ്ങളായിട്ട്.
അനേക വർഷങ്ങളായിട്ട് കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. പക്ഷെ എന്നോടുള്ള സംസാരം കുറച്ചു നേരം തുടർന്നു കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ആള് കൃത്യമായി ദൈവവചനം പറയുന്നുണ്ട്. അത് കൃത്യമായി അതിൻ്റെ കൊട്ടേഷൻ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരു വാക്കിൽ പോലും ഒരു മിസ്റ്റേക്ക് ഇല്ല. പറയുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ്. നമ്മൾ പറയുമ്പോൾ പോലും ചിലപ്പോൾ ഒരു ദൈവവചനം പറയുമ്പോൾ ചിലപ്പോൾ കൊട്ടേഷൻസ് മാറിപ്പോവും. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദറെ, നിങ്ങൾ ബൈബിൾ വചനമൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന ആശയവും കറക്റ്റാണ്, ഹൗ ഇറ്റ്സ് പോസിബിൾ? കാരണം നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ കണ്ണ് അറിയത്തില്ല, പിന്നെ എങ്ങനെ കഴിയും, എങ്ങനെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പലപ്പോഴും ബൈബിൾ വാക്യങ്ങൾ കേൾക്കുകയാണ് പതിവ്, ബൈബിളിൻ്റെ ഓക്കലൊക്കെ കേൾക്കും. അത് മാത്രമല്ല, എനിക്ക് മറ്റുള്ളവർ ചിലപ്പോൾ വായിച്ചു തരും. അവരുടെ ഹൃദയത്തിൽ പതിച്ചില്ലെങ്കിലും ആ വായിച്ച് ഞാൻ കേൾക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ അത് ആഴത്തിൽ എഴുതപ്പെടും. പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ അത് ബൈബിൾ കോഡ്സ് കൃത്യമായി ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കും. എനിക്ക് മറ്റൊരു സുവിശേഷകനെ എനിക്കറിയാം, കത്തോലിക്ക സഭയിലുള്ള ഒരാളാണ്. 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മലയാളം കൂട്ടി വായിക്കാൻ അറിയില്ല. പക്ഷേ വിശുദ്ധ ബൈബിളിൽ ഏത് വാക്യം എടുത്ത് ചോദിച്ചാലും പുള്ളി കൃത്യമായിട്ട് പറയും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട മത്തായി 10:10 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി കൃത്യമായിട്ട് പറയും, അത് ഇന്ന വാക്യമാണ്. ആളത് കാണാതെ പറയും. ഒരു ഡിസേബിലിറ്റി ഉള്ള ഒരു പയ്യനുണ്ട്, ഒരു നമ്മൾ ചാനലിലൊക്കെ ഇതേ സെയിം കേസ് വന്നിട്ടുണ്ട്. അവനോട് ഏത് വാക്യം നിങ്ങൾ കൃത്യമായ ഓർഡറിലല്ല എവിടെ നിന്ന് എടുത്ത് ചോദിച്ചാലും അവനത് കൃത്യമായിട്ട് 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അവനെടുത്ത് പറയും. അവനും എനിക്ക് തോന്നുന്നു അന്ധനാണ്, ഒരു പയ്യൻ. ഞാനത് നമ്മുടെ മനോരമ ചാനലിലാണോ ഏതോ ഒരു ചാനലിൽ ഈ പയ്യൻ്റെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ ആളുകൾ കഴിവുകൾ ഇല്ലാത്തപ്പോൾ തന്നെ അവരുടെ ആ ഒരു പ്രവൃത്തി നമ്മൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ സാധിക്കും? എല്ലാ കഴിവുകളുള്ള നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്? വായിക്കാനറിയാം, എഴുതാനറിയാം, എല്ലാ ആരോഗ്യവും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഒന്നും സാധിക്കുന്നില്ല, പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, നിന്റെ ബലഹീനതയിൽ ദൈവം നമ്മെ ചേർത്ത് നിർത്തും. പക്ഷേ നമ്മൾ വിചാരിക്കരുത്, എൻ്റെ ബലഹീനതയിൽ ചേർത്ത് നിർത്തുമെന്ന് വചനം പറയുമ്പോൾ നീ അതിനു മുൻപ് നിന്റെ കഴിവുകൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവനാണെങ്കിൽ, നിന്റെ സകലതും കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണെങ്കിൽ, അവന് ഒരു ബലഹീനത വന്നാൽ ദൈവം അവന്റെ ബലഹീനതയിൽ ഇറങ്ങി വരും. യോനാ പ്രവാചകൻ മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്ന് പ്രാർത്ഥിച്ചു. അതാണ് യോനയുടെ ആ പുസ്തകത്തിലെ 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. യോന എപ്പോൾ പ്രാർത്ഥിച്ചു? മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്ന്. നമ്മളാണെങ്കിൽ മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്ന് നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ വെളിയിൽ ഇറങ്ങാം? ഇതിന് വാതിൽ എവിടെയുള്ള? ഇതിന്റെ ചെകിള മുളച്ചിട്ട് ഇറങ്ങാൻ പറ്റുമോ? അതേ വയർ കീറിയിട്ട് ഇറങ്ങാൻ പറ്റുമോ? ഏത് തരത്തിൽ ഇതിന്റെ വായിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റും? ഇതിന്റെ ഉദരത്തിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റും എന്ന് വെച്ച് വെപ്രാളം പിടിച്ച് ബഹളം ഉണ്ടാകും. പക്ഷേ ആ മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് യോന പ്രാർത്ഥിച്ചു എന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകത്തില് 3 യുവാക്കന്മാർ എവിടെ വെച്ച് പ്രാർത്ഥിച്ചു? തീച്ചൂളയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ദൈവമേ, ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ നിനക്ക് കഴിയും. ഇൻ കേസ് നീ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും നീയാണ് ഞങ്ങളുടെ ദൈവം, നീയാണ് ഞങ്ങളുടെ കർത്താവ്, നീ അല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രാർത്ഥിച്ചത്? എന്തുകൊണ്ടാണ് അവരിങ്ങനെ പ്രാർത്ഥിച്ചേ? ഇവർക്ക് ഇതിനു മുമ്പേ പ്രാർത്ഥനാശീലമുണ്ട്, പ്രാർത്ഥനാ പരിചയമുണ്ട്, അല്ലേ? അവരെന്തുകൊണ്ടാണ് ഈ തീച്ചൂളയിൽ എറിയപ്പെട്ടതും കൂടി പരിശോധിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് തീച്ചൂളയിൽ എറിയപ്പെട്ടത്? അവർ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ട് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന യുവാക്കൾ വിഗ്രഹത്തെ ആരാധിക്കാത്തത് കൊണ്ട്, വിഗ്രഹത്തിന്റെ മുൻപിൽ കുമ്പിടാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യപ്പെട്ടത്? തീച്ചൂളയിലേക്ക് എറിയപ്പെട്ടത്. അവൻ തീച്ചൂളയിൽ നിന്ന് നെടുവീർപ്പെടുമ്പോഴും അത് പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ കീർത്തനമായി സങ്കീർത്തനമായി ഉയരും. ദാവീദിനെ തകർത്തിട്ടിരിക്കുക. അതായത് തൊട്ടു മുൻപ് ദാവീദ് ശക്തനായി നിൽക്കുന്നു. ദാവീദിനെ കുറിച്ച് ജനം എങ്ങനെ വിളിച്ചു പറയുന്നു? സൗൾ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ദൈവം ദാവീദിനെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് ദാവീദിന് യാതൊരു പ്രശ്നമില്ല. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സിംഹത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി അതിനെ അടിച്ച് ഒതുക്കും. കരടിയെ കണ്ടാലും അവൻ അതിനെ അടിച്ച് നശിപ്പിച്ച് കൊല്ലും. ശക്തനാണ്. ആട്ടിടയനായിരുന്ന ദാവീദിന്
യാതൊരുവിധ പ്രതിസന്ധിയില്ല, ഒരു പ്രശ്നവുമില്ല, സുഖം, സുഭിക്ഷം, സന്തോഷം മാത്രം. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിന്റെ പ്രവാചകൻ വന്ന് അവനെ അഭിഷേക തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്തു. അവൻ പോയി ഗോലിയാത്തിനെ കൊന്നു. ജനം വിളിച്ചു പറഞ്ഞു, ഇവൻ ഉന്നതങ്ങളിൽ നിൽക്കേണ്ടവൻ എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. അതോടുകൂടെ ദാവീദിന് ശത്രുപക്ഷത്തിൽ ഒരു വലിയ സൈന്യം തന്നെ ദാവീദിനെതിരെ നിരന്നു. പിന്നീട് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ദാവീദ് ഒളിച്ചോടേണ്ടി വന്നു. ദാവീദ് പോയി അതുല്ലാം ഗുഹയിൽ പോയി ഒളിക്കുന്നു, മലയിൽ പോയി മറഞ്ഞിരിക്കുന്നു. ദാവീദിനെ കൊല്ലാൻ സൗളും അവന്റെ പടയാളികളും മുഴുവൻ സന്നാഹവും ദാവീദിനെ നശിപ്പിക്കുക, കൊല്ലുക എന്ന ഉദ്ദേശത്തോടുകൂടി കടന്നു വരുന്നു. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ മുഴുവൻ ദാവീദ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക, എത്ര വലിയ പ്രതികൂലങ്ങളാണ് ദാവീദ് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് വല്ല പ്രശ്നമുണ്ടോ? സെലക്റ്റഡ് ആവുന്നതിന് മുമ്പ് വല്ല പ്രോബ്ലം ഉണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷേ സെലക്റ്റഡ് ആയ ഒരു അഭിഷേക തൈലം അവന്റെ മേൽ പതിച്ചു കഴിഞ്ഞ നിമിഷം മുതൽ പ്രതിസന്ധിയാണ്, പ്രശ്നമാണ്, നിലവിളിയാണ്, കരച്ചിലാണ്. പക്ഷേ നമ്മൾ സങ്കീർത്തനം നോക്കുമ്പോൾ സങ്കീർത്തനം 23 ഒക്കെ ആ പ്രതികൂലത്തിൽ നിന്ന് ദാവീദ് ദൈവത്തെ കീർത്തനം പാടി ആരാധിച്ചു. നമുക്ക് പറ്റുമോ? സാധു കൊച്ചു ഉപദേശി അല്ലേ, തൻ്റെ കുഞ്ഞ് മരണപ്പെട്ടപ്പോ കഷ്ടത തൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞപ്പോ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് നമ്മൾ ആ പാട്ടുകൾ പാടുന്നുണ്ട് ഇല്ലേ? പാട്ടുകൾ പാടുന്നില്ലേ? വർഗീസ് അപ്പച്ചൻ, മുട്ടം വർഗീസ് അപ്പച്ചൻ, തൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ ഒന്നുമില്ല, ഒരു ഭക്ഷണമില്ല, 2-3 ദിവസം അടുപ്പിച്ച് പട്ടിണി, വെള്ളം പോലും കുടിക്കാനില്ല, ഒന്നുമില്ലാതിരിക്കുമ്പോൾ കുഞ്ഞ് അതിൻ്റെ ശരീരത്തിൽ നിന്നും, ഭാര്യയുടെ ശരീരത്തിൽ നിന്നും കുഞ്ഞ് മുലപ്പാലായി ഉള്ള പ്രോട്ടീൻ മുഴുവൻ വലിച്ചെടുക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതി, അഴലേറും ജീവിത മരുവിൽ തളരുകയോ നീ സഹജേ. സ്വന്തം ഭാര്യ മരണത്തോട് മല്ലടിക്കുമ്പോ പാട്ടുപാടി പാട്ടെഴുതി. നമ്മൾ ഇന്ന് പാടുമ്പോൾ നമുക്ക് വല്ല ഫീലിംഗ് ഉണ്ടോ? പാടുമ്പോൾ ഇന്ന് പാടുമ്പോഴും ഹൃദയത്തിലൊരു നൊമ്പരമില്ലേ? ആ വരികളൊന്ന് ഹൃദയത്തിലൂടെ പതിച്ചു പോകുമ്പോൾ നമുക്കൊരു വേദനയുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, എങ്ങനെ പറ്റും ഈ ദൈവദാസന്മാർക്ക്? ഇങ്ങനെ പറ്റി. സ്വന്തം മക്കളുടെ വേർപാടിൽ, സ്വന്തം ഭാര്യയുടെ വേർപാടിൽ, ഈ സങ്കടത്തിന്റെ നടുവിലും അവരുടെ നെടുവീർപ്പുകൾ ഗാനമായി, പാട്ടുകളായി. ഇന്ന് നമ്മളത് പാടിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള, ഒരു അർത്ഥമില്ലാത്ത ചുമ്മാ വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിലുള്ള പാട്ടുകളാണോ അന്നത്തെ പാട്ടുകൾ? അല്ല. ദൈവാത്മാവിൽ, തിയോളജിക്കലി നിങ്ങൾ പരിശോധിച്ച് നോക്ക്, ആ വാക്കുകൾക്ക് കൃത്യമായ ഒരു തിയോളജിക്കൽ സ്റ്റാൻഡ് ഉണ്ടാവും, ഒരു തെറ്റും ഉണ്ടാവത്തില്ല. അല്ലാതെ ഇന്ന് കാണുന്ന പാട്ട് പോലെയല്ല. ഇന്ന് കാണുന്ന പല പാട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തെ പൂർണ്ണമായി എതിരാ. യാതൊരു വിധത്തിലും ദൈവവചനമായി ഒരു യോജിപ്പില്ലാത്ത എത്രയോ പാട്ടുകൾ ഇന്ന് ഇവിടെ കിടക്കുന്നു. ക്രിസ്തീയ ഭക്തിഗാനം എന്ന് പറയുന്നത്, നമ്മളതിന്റെ പിന്നാമ്പുറം പരിശോധിച്ച് നോക്കുമ്പോൾ ദിവസങ്ങളോളം ഇരുന്ന് പരിശോധിച്ച് എഴുതിയ പാട്ടുകളാണ്. പക്ഷെ തിയോളജിക്കലി അട്ടർലി റോങ് ആണ് അതൊക്കെ. എന്നാൽ ഹൃദയത്തിന്റെ നൊമ്പരത്തിലിരുന്ന് ചില ദൈവദാസന്മാർ പാടിയ പാട്ടുകൾ ഇന്നും ദൈവത്തിന്റെ ഗാനങ്ങളാണ്. സങ്കീർത്തനങ്ങൾ, കീർത്തനങ്ങൾ, ദാവീദിന്റെ കീർത്തനങ്ങൾ. വേണ്ട, നമ്മൾ ഈ പറയുന്ന ദാനിയേലിന്റെ പുസ്തകത്തില് ഈ 3 യുവാക്കളുടെ കീർത്തനം അങ്ങനെ തന്നെയല്ലേ കിടക്കുന്നത്? കീർത്തനം, അവർ കീർത്തനം പാടി ആരാധിച്ചു. മാതാവിന്റെ കീർത്തനം കിടക്കുന്നുണ്ട് ബൈബിളിൽ, വായിച്ചിട്ടുണ്ടോ? മാതാവിന്റെ സ്തുതികൾ. സാധാരണഗതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 10-13 വയസ്സുള്ള ഒരു സ്ത്രീ സമൂഹത്താൽ ഒറ്റപ്പെടാൻ പോവുക, വരാൻ പോകുന്ന നിമിഷങ്ങളെ ഓർക്കുക. നമ്മളത് മുന്നോട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. താൻ ഗർഭിണിയാകുന്നു, തനിക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഭർത്താവ് പോലും ഇല്ലാത്തൊരവസ്ഥ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ സമൂഹത്തിൽ അവൾ അനുഭവിക്കേണ്ട വേദനയും ദുഃഖവും എത്രത്തോളം വലുതാണെന്ന് ചിന്തിച്ചു നോക്കുക. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ പാടി ആരാധിക്കാൻ കഴിയണമെങ്കിൽ മധ്യസ്ഥം വഹിക്കുന്ന ഒരു ആത്മാവ് ദൈവസന്നിധിയിലുണ്ട് എന്ന ബോധ്യമാണ്. ദൈവം തന്നെ വിളിച്ചവർക്ക്, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്നെ മധ്യസ്ഥം വഹിക്കും. ആർക്ക് വേണ്ടിയാണ് മധ്യസ്ഥം വഹിക്കുന്നത്? ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്കും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും. ദൈവത്താൽ വിളിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, കുറെ കരച്ചിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഉണ്ടാവുന്നത് ദൈവദൂഷണമായിരിക്കും. ദൈവത്തിനെതിരെ പറയും, സുവിശേഷകർക്കെതിരെ പറയും. ഞങ്ങൾ എത്ര കാലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ഈ കഷ്ടത വന്നല്ലോ, ആ ദുഷ്ടനൊക്കെ നശിച്ചു പോട്ടെ എന്ന് പറയും. ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി, എന്ത് പ്രാർത്ഥന, എന്ത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ചീത്ത വിളിക്കാൻ തുടങ്ങും. ആത്മാവ് തന്നെ അവർക്ക് മധ്യസ്ഥം വഹിക്കുന്നത്. പക്ഷെ ആത്മാവ് വേറെയാണെന്നുള്ളൂ. ഏതാത്മാവാ? അവരിൽ പ്രവർത്തിക്കുന്ന
ദുരാത്മാവായിരിക്കും അവരിലൂടെ സംസാരിക്കുന്നത്. നമ്മൾ ദൈവദാസന്മാരെല്ലാം എടുത്തു നോക്കിക്കോ, എല്ലാവരിലും ഒരു കോമൺ ആയിട്ടുള്ളൊരു സംഭവം കാണാൻ പറ്റും. അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ വേദനകളിൽ അവർ ദൈവത്തെ ദുഷിച്ചില്ല, ദൈവത്തിനെതിരെ അവർ പറഞ്ഞില്ല, അവരുടെ മുൻപുള്ള പ്രതികൂലങ്ങളെ അവർ കണ്ടില്ല. പകരം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. യാതൊരു വിധത്തിലും അവര് ദൈവത്തിനെതിരെ സംസാരിച്ചിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും അവർ ദൈവത്തിനെതിരെ പറഞ്ഞിട്ടില്ല. ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുക. ജോസഫ് പ്രതികൂലങ്ങളിലൂടെ മുഴുവൻ പോയി, പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ടു. എപ്പോഴെങ്കിലും ജോസഫ് പറഞ്ഞോ, കർത്താവേ നീ കുറെ സ്വപ്നമൊക്കെ കാണിച്ചു, എന്തോന്ന് സ്വപ്നം എന്ന് കർത്താവിനോട് ചോദിച്ചോ? ജോസഫ് ചോദിച്ചോ? ആ സ്വപ്നത്തിനെ അവൻ പഴിച്ചോ? തന്റെ സഹോദരങ്ങളെ അവൻ തെരുവിളിച്ചോ? ഇല്ല. ജോസഫ് പറയുന്നൊരു കാര്യം, നിങ്ങൾ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട, നിങ്ങൾ യാതൊരു വിധത്തിലും വേദനിക്കണ്ട എന്നാണ് ജോസഫ് അവനോട് പറയുന്നത്. നമുക്കതൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 19 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി 50:19 മുതൽ. ജോസഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയ്ക്കായി മാറ്റി. ആമേൻ. ശ്രദ്ധിക്കണേ, പൊട്ടക്കിണറ്റിൽ എന്നെ തള്ളിയ നിങ്ങൾ എനിക്കെതിരെ തിന്മ ചെയ്തു, എന്നാൽ ദൈവം എനിക്കത് നന്മയ്ക്കായി മാറ്റി. കാരണം എന്താ? അവന്റെ പൊട്ടക്കിണറ്റിലോ അവന്റെ കാരാഗ്രഹത്തിലോ അവൻ ഒരിക്കലും ദൈവത്തെ പഴിച്ചില്ല. അവൻ മുൻപ് കണ്ട ദർശനങ്ങളെയോ മുൻപ് കണ്ട സ്വപ്നവിഷനെയോ ഒന്നിനെയും അവൻ എതിർത്തില്ല. പകരം അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. തന്നെ വിളിച്ചവർക്ക്, തന്നെ തെരഞ്ഞെടുത്തവർക്ക് ദൈവം നീതിമാനാണെന്ന ബോധ്യം ജോസഫിന്റെ ആത്മാവിൽ ജോസഫിനുണ്ടായിരുന്നു. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. എത്ര പേരുണ്ട് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ? ഒന്ന് കരമുയർത്തി. ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ. കഷ്ടത ഉണ്ടാകുമില്ലേ? പ്രതികൂലം ഉണ്ടാവില്ലേ? ബലഹീനതയിൽ നമ്മൾ പോവില്ലേ? നമ്മൾ ബലഹീനതയിലാകുമ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. ഞാൻ ബലഹീനതയിലാണെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. അപ്പൊ ഇറങ്ങി വരും പരിശുദ്ധാത്മാവ്. അതുവരെ നമ്മുടെ ആദരത്തിൽ നിന്നും വരാത്ത വലിയ വാക്കുകൾ ഒരുപക്ഷെ പ്രാർത്ഥനയായി ഉരുവിടാൻ തുടങ്ങും. ഞാൻ പലപ്പോഴും എൻ്റെ അനുഭവം, ചെറിയ അനുഭവങ്ങളാ, വലിയ കാര്യമൊന്നുമല്ല. ശാരീരികമായി തളർന്നിരിക്കുകയായിരിക്കും, ജോലി കഴിഞ്ഞ് വരികയായിരിക്കും. ചിലപ്പോൾ വെളുപ്പിന് 6 മണിക്കൊക്കെ പോയി വൈകുന്നേരം 7 മണിക്ക് 8 മണിക്കൊക്കെ തിരിച്ചു വരുന്ന ദിവസങ്ങളുണ്ട്. ഇത്രയും മണിക്കൂർ, അതായത് 12 മണിക്കൂർ 14 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഡ്യൂട്ടി, അതിനിടയിലുള്ള ഗ്യാപ്പിൽ മുഴുവൻ ഡ്രൈവിങ്. എൻ്റെ ജോലിയും കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ, ഞാൻ വരുമ്പോൾ തന്നെ സാധാരണ യൂത്തിൻ്റെ പ്രയർ, അന്ന് മലമുകളിൽ പ്രാർത്ഥനയുണ്ട് സ്ഥിരമായിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ റിനോബർ തന്നെ വീട്ടിലെ പ്രാർത്ഥന, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രയറുകൾ അന്ന് വൈകുന്നേരം ഉണ്ടാവും. ചിലപ്പോൾ വീട്ടിലേക്ക് പോകാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ വർക്ക് കഴിഞ്ഞ് നേരെ കാറും കൊണ്ട് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യും. എവിടെയാണെങ്കിലും ഞാൻ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യും. അപ്പം ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ക്ഷീണിച്ച് തളർന്ന് എൻ്റെ ശരീരത്തിലൊന്ന് തൊടാൻ പോലും ഒരുത്തിന് താല്പര്യമില്ല. കാരണം അതുപോലെ വിയർത്ത് കുളിച്ചായിരിക്കും ഇരിക്കുന്നത്. അത്രയും ടയേർഡായിരിക്കും. ഇങ്ങനെ ടയേർഡായിരിക്കുന്ന സമയത്ത് റിനോബ്രദർ എൻ്റെ മുഖത്ത് നോക്കും, ഓക്കെ ആണോ, പ്രെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, അയ്യ ക്ഷീണമാണ്, നോക്കാം, 2 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഏറ്റെടുക്കും. പക്ഷെ പലപ്പോഴും എനിക്കുണ്ടായിരുന്ന അനുഭവം ഇതാണ്, 2 മിനിറ്റ് എന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങിയ ദിവസം 20 മിനിറ്റ് കഴിഞ്ഞാലും 30 മിനിറ്റ് കഴിഞ്ഞാലും പ്രയർ തീരത്തില്ല. ആ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കും. ജീസസ് വിഷന് വേണ്ടിയിട്ടും പ്രയർ, എല്ലാ വിഷയവും നമ്മൾ ദൈവസന്നിധിയിൽ ദൈവവചന പ്രകാരം. എവിടെ നിന്ന് ഈ വാക്കുകൾ വരുന്നു അറിയത്തില്ല. ആത്മാവ് എവിടെ നിന്ന് എന്നെ എവിടെ നിന്നോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് മനസ്സിലാവും. ദൈവിക ശക്തി നമ്മളിൽ ഇറങ്ങി നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. എത്ര ടയേർഡാണെങ്കിലും ദൈവം നമ്മെ ഉണർത്തും, ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. ദിവസങ്ങളോളം ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ചിലപ്പോൾ എവിടെയെങ്കിലും പ്രയറിനിരിക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെ. ശരീരം ചിലപ്പോൾ ബലഹീനമായിരിക്കും, പക്ഷെ ആത്മാവ് ശക്തമായിരിക്കും. ശരീരം പൂർണ്ണമായി ബലഹീനമായിരിക്കും, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ആത്മാവ് നമ്മളെ വീണ്ടും വീണ്ടും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ ആത്മാവ്. ഈ കഴിഞ്ഞ ലാസ്റ്റ് ഡെലിവറൻസ് ക്യാമ്പ് ഒരു 4-5 ദിവസം കണ്ടിന്യൂസ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വന്ന് വീട്ടിലിരുന്നൊന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മൊത്തം പനിയായി കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു ഡോൾ എടുത്ത് കഴിച്ചു. ഓക്കെ, ഒന്ന് ഉഷാറാവാന്ന് വിചാരിച്ചു, നടന്നില്ല. വൈഫിന് കാര്യം മനസ്സിലായി. അവൾ പെട്ടെന്ന് പാരസിറ്റാമോള് അതുപോലൊരു ട്രിപ്പ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് എൻ്റെ ഇവിടെയൊക്കെ തുളച്ച് കയറ്റി നമ്മളവിടെ പിടിച്ച് കിടത്തി.
നിങ്ങൾ എങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവിടെ കിടന്നു. ഞാൻ ഈ കിടന്ന് ഈ മെഡിസിൻ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കഴിഞ്ഞ കുറേ കാലമായി പാടാത്ത, കേൾക്കാത്ത, ഓർമ്മയില്ലാത്തൊരു പാട്ട് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് ആ പാട്ട് ഇങ്ങനെ വരുന്നു. ഈ പാട്ട് ഞാൻ ഒന്നാമത്തെ അതൊരു ഹൈപ്പിച്ച് പാട്ടാണ് അല്ലേ, ഒരു വിധത്തിലും പാടാൻ പറ്റാത്തൊരു പാട്ടാണ്. ഞാൻ പാടി എന്തായാലും കൊള്ളാം, എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ ഈ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്കറിയില്ല ഇതെന്താണ് ഈ വരി ഇങ്ങനെ വരുന്നത്. ആ വരികൾ ഇങ്ങനെ വന്ന് ഞാൻ അവസാനം ഞാൻ പാടാൻ തുടങ്ങി. ഞാൻ ശക്തമായി ഉറക്കെ പാടാൻ തുടങ്ങി. അപ്പോൾ രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വൈഫ് അപ്പുറത്ത് അയൺ ചെയ്തുകൊണ്ടിരിക്കുക, പിറ്റേ ദിവസത്തേക്കുള്ള ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ ഈ ഒച്ച കേട്ടിട്ട് ഓടി വന്നു. എന്താ പറ്റിയേ, ഒരു കൊല്ലം പറ്റുമോ എന്നറിയാനായിട്ട്. അപ്പോൾ എൻ്റെ തൊള്ള ഇങ്ങനെ തുറന്ന് പാടുക. അപ്പോൾ എൻ്റെ മനുഷ്യ ഒന്നും മിണ്ടാതിരി, വെറുതെ അയൽക്കാരൊക്കെ കിടന്നുറങ്ങട്ടെ എന്ന് പറയാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലടി ഈ പാട്ട് ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു, ഞാൻ വെറുതെ പാടി നോക്കിയതാ. ശരിയാവില്ലെന്ന് എനിക്കറിയാം, ഞാൻ പാടി കൊളാക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ ഈ പാട്ട് ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരുന്നു. കുറേ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം പാടി നോക്കി. പാട്ട് അറിയാലോ, നമ്മൾ പാടി എന്തോരാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് ശേഷം പിറ്റേ ദിവസം ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, 3ാമത്തെ ദിവസത്തേക്ക് കടന്നു പോവാം. ഫസ്റ്റ് ഡേയിൽ ബ്രദർ 1ാമത്തെ ദിവസത്തെ ക്ലാസ് ഞങ്ങൾ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. 2ാമത്തെ ദിവസത്തെ ക്ലാസ് ഞങ്ങൾക്ക് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ ഒക്കെ ക്ലാസ് ഞങ്ങളതിൽ പ്രിപ്പയർഡ് ആണ്. തേർഡ് ഡേ എങ്ങനെ പോകണമെന്ന് ആർക്കും അറിയില്ല. ഞങ്ങൾ ബ്രദറുമായിട്ടുള്ള മീറ്റിങ്ങുകളുണ്ട്, ശിവബ്രദറുമായിട്ടുള്ള മീറ്റിങ്ങുകളുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയിലിരുന്ന്, ഞാനും ഷൈനി സിസ്റ്ററും ബീം ബ്രദറും ഞങ്ങളിരുന്ന ദിവസങ്ങളുണ്ട്. ഞങ്ങളെല്ലാം ലീഡേഴ്സ് എല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളൊന്നും 3ാമത്തെ ദിവസത്തെ ക്ലാസ്സിനെ കുറിച്ചോ സ്ട്രക്ചറിനെ കുറിച്ചോ യാതൊരു ഐഡിയയും ദൈവാത്മാവ് തന്നിട്ടില്ല. എല്ലാം ബ്ലാങ്കാണ്. ബ്രദറിനോട് പല പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചു, ബ്രദറെ 3ാമത്തെ ദിവസം എങ്ങനെ പോകണം? എടാ ദൈവം നടത്തും. ഈ ഒരു ഒറ്റ മറുപടിയേ ഉള്ളൂ. ഇതിനുശേഷം 2ാമത്തെ ദിവസം വൈകുന്നേരം പറഞ്ഞു, ഇന്ന വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ക്ലാസ് പ്രിപ്പറേഷൻ നടത്താനാണ് കർത്താവ് പറയുന്നത് എന്ന് ബ്രദർ 3 വിഷയങ്ങളെ പറഞ്ഞു. 3 വിഷയങ്ങളെ പറഞ്ഞപ്പോൾ തന്നെ 1ാമത്തെ വിഷയവും 2ാമത്തെ വിഷയവും ഷൈനി സിസ്റ്ററും ബീബി ബ്രദറോട്. അപ്പം 3ാമത്തെ വിഷയം ഞാൻ പറഞ്ഞു, കൃപയാൽ ഞാൻ ആ വിഷയം പോയിക്കൊള്ളാം. കാരണം ആ പാട്ട് എന്താണോ, ആ പാട്ടുകളുടെ വരി എന്താണോ, അതാണ് ഈ 3ാമത്തെ വിഷയം. ഈ 3ാമത്തെ വിഷയം ഞാൻ വെറുതെ ഇരുന്നിട്ടേ ഉള്ളൂ. ബൈബിൾ വാക്യങ്ങൾ എനിക്ക് ദൈവം തന്നു, വചനം തന്നു, പോകേണ്ട റൂട്ട് തന്നു. കൃത്യമായ റൂട്ടിൽ കൂടെ ദൈവം ആ വചനം, ആ ക്ലാസ് കൊണ്ടുപോയി. അതിൻ്റെ അവസാനം ആ പാട്ട് ഞാൻ വാശിക്ക് പാടി നശിപ്പിച്ച് കൊളമാക്കി. എന്തായാലും ശരി, ഈ പാട്ട് ഞാൻ ഒറ്റയ്ക്ക് പാടും. ഞാൻ ഇവന്മാരോട് ചേട്ടാ ഒന്ന് സഹായിക്കുമോ? അവർ പറഞ്ഞു പിന്നെന്തേ, ചേട്ടൻ തുടങ്ങിയാൽ മതി, ബാക്കി ഞങ്ങൾ കൊണ്ടുപോകളാന്ന് പറഞ്ഞു. തുടങ്ങിയെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോൾ എല്ലാവരും മൈക്ക് ഓഫ് ചെയ്ത് താഴെ ഇരിക്കുക. കീബോർഡുകാരൻ മാത്രം കീബോർഡ് വായിക്കുന്നു, മൈക്കെല്ലാം ഓഫ് ചെയ്ത്. ഞാൻ കണ്ണടച്ചിങ്ങനെ നോക്കി, അപ്പോൾ മനസ്സിലായി എല്ലാവരും എന്നെ സഹായിക്കും എന്നുള്ള എനിക്ക് നന്നായി മനസ്സിലായി. പക്ഷെ കൃപയാൽ ആ പാട്ട് പാടി ഞാൻ ആരാധിച്ചു. ജനം എന്ത് പറഞ്ഞു, കളിയാക്കിയോ, ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല. എൻ്റെ ബലഹീനതയിൽ എഴുന്നേൽക്കാൻ പറ്റാതെ, ശബ്ദമില്ല, ശരീരം അതുപോലെ തളർന്ന് വിറങ്ങലിച്ച് കിടക്കുന്ന സമയം. പക്ഷെ ആ സമയത്തും ആത്മാവ് നമ്മെ സഹായിക്കുന്നു, നമുക്ക് വേണ്ടി പാട്ടുകൾ തരുന്നു. ദൈവം ആ പാട്ട് പാടാനുള്ള കൃപ പോലും ദൈവം തരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക, കർത്താവ് നമ്മളെ ബലപ്പെടുന്ന എത്ര ശക്തമാണ്. ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ ദൈവം തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ ദൈവം ഏറ്റവും കൂടുതൽ പാട്ടുപാടി ആരാധിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി മാധ്യസ്ഥമായി നിന്നുകൊണ്ടാണ് എഴുതിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണം അറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം കൈക്കുഞ്ഞ് മരിച്ച് കയ്യിൽ കൊടുക്കുന്ന സമയത്ത് പാട്ട് എഴുതാൻ പറ്റുമോ? വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ എത്രയോ പാട്ടുകളുടെ പുറകിലുള്ള ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കുക. വേണ്ട, ബൈബിളിൽ വചനത്തിൽ കിടക്കുക. മത്സ്യത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ദാനിയേല് ദൈവത്തിന് പ്രാർത്ഥിച്ചു. അത് നമുക്കൊന്ന് വായിക്കാം. യോനായുടെ പുസ്തകം 2-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. യോനായുടെ പുസ്തകം 2-ാം അധ്യായം, യോനായുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു തുടങ്ങുന്ന വിഷയം നമുക്കൊന്ന് വെറുതെ ഒന്ന് വായിച്ചു പോകാം. മത്സ്യത്തിന്റെ ഉദരത്തിൽ വച്ച് യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എന്റെ നിലവിളി കേട്ടു.
അവിടുന്ന് എന്നെ ആഴിയിലേക്ക് സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി. അതൊന്ന് ആലോചിച്ച് നോക്കി. അതായത് മത്സ്യത്തിന്റെ ഉള്ളിൽ കിടക്കുന്നു, തിരമാല അതിന്റെ മുകളിൽ കൂടെ പോകുന്നു. സാഹിത്യമാണ്, ഗംഭീര സാഹിത്യം. യോന എവിടെ കിടക്കുന്നത്? മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടക്കുക. പക്ഷെ കീർത്തനം, ദൈവത്തോടുള്ള പ്രാർത്ഥന യാതൊരു വിധത്തിലും ചിന്തിക്കാൻ പറ്റാത്ത സാഹിത്യപരമായിട്ടുള്ള വാക്കുകളിലൂടെയാണ് പ്രാർത്ഥന കടന്നു പോകുന്നത്. പറ്റുമോ? നമുക്ക് പറ്റുമോ? ആ സങ്കടം വരുമ്പോൾ സാഹിത്യം വരും, പക്ഷെ വരുന്ന സാഹിത്യം വേറെ ആയിരിക്കും. വേറെ വാക്കുകളായിരിക്കും മാത്രമേ ഉള്ളൂ. നിലവിളിയും കരച്ചിലും സാഹിത്യമൊക്കെ ആയിരിക്കും, പക്ഷെ മനുഷ്യന് തിരിയൂല. അങ്ങനത്തെ സാഹിത്യമൊക്കെ ആയിരിക്കും അല്ലേ? ഡിക്ഷണറിയിലില്ലാത്ത അൺപാർലമെന്ററി വേർഡ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ അതരത്തിൽ വരുന്ന സാഹിത്യം. പക്ഷെ ദൈവദാസന്മാരുടെ അതരത്തിൽ വരുന്ന സാഹിത്യം നമ്മൾ തിരിച്ചറിയുക. നിങ്ങളൊന്ന് ഒറ്റ കാര്യത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. യോന എന്തുകൊണ്ടാണ് കടലിലേക്ക് എറിയപ്പെട്ടത്? യോന എന്തുകൊണ്ടാണ് കടലിലേക്ക് എറിയപ്പെട്ടത്? യോനായെ പോലെ പ്രവർത്തിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട്, പക്ഷെ യോന മാത്രം കടലിലേക്ക് എറിയപ്പെട്ടു അല്ലേ? ദൈവം പറഞ്ഞിട്ട് ചെയ്യാത്ത എത്ര പേര് ഈ ഭൂമിയിലുണ്ട്? ദൈവം പറഞ്ഞിട്ട് പറഞ്ഞ പോലെ ചെയ്യാത്ത എത്ര പേരുണ്ട് ഇവിടെ? നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കിയേ. നിങ്ങളെല്ലാവരും ദൈവം പറഞ്ഞ പോലെ ചെയ്യുന്നവരാണോ? എന്നിട്ട് എത്ര പേര് നിങ്ങളെ കടലിലേക്ക് എറിഞ്ഞിട്ടുണ്ട് ദൈവം? നമ്മളെ കടലിലേക്ക് എറിഞ്ഞിട്ടുണ്ടോ ദൈവം? ഇല്ല. എന്തുകൊണ്ട് എറിയാത്ത? എന്നിട്ട് യോനായി എറിഞ്ഞു. എന്തുകൊണ്ടായി എറിഞ്ഞേ? ദൈവം തൻ്റെ പ്രവചനം പോയി പറയാൻ ദൈവം യോനായെ തെരഞ്ഞെടുത്ത്, ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ മഹത്വം അവൻ്റെ മേൽ നിറച്ചുകൊണ്ട് അവനെ വിട്ടു. അവൻ വേറെ വഴിക്ക് പോയപ്പോൾ യോനോട് പറഞ്ഞു, യോന നടക്കത്തില്ല, നിന്നെ ഞാൻ തിരിച്ചിവിടെ കൊണ്ടുവരും. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ഏതൊക്കെ വിധത്തിൽ ഒളിച്ചോടാൻ നോക്കിയാലും, നീ ഏതൊക്കെ വിധത്തിൽ മറ്റു വഴിക്ക് പോയാലും ദൈവം നിന്നെ തിരിച്ചു കൊണ്ടുവരും. യോന വിളിക്കപ്പെട്ടതുകൊണ്ടല്ലേ മത്സ്യത്തിൻ്റെ വായിലേക്ക് എറിയപ്പെട്ടത്? തെരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടല്ലേ മത്സ്യത്തിൻ്റെ വായിലേക്ക് എറിയപ്പെട്ടത്? ജോസഫും ബാക്കി 11 സഹോദരന്മാരും പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടത് ജോസഫ് മാത്രമാണ്. ബാക്കി 11 പേർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലേ? സ്വപ്നമുണ്ടായത് ജോസഫിനായതുകൊണ്ടാണ് ജോസഫ് വലിച്ചെറിയപ്പെട്ടത്, ജോസഫ് കാരാഗ്രഹത്തിൽ കിടന്നത്. ദൈവം ദാനിയേലിനെ പോലെ അല്ലെങ്കിൽ ദാവീദിനെ പോലെ തെരഞ്ഞെടുത്തപ്പെട്ട ദാവീദിനാണ് കഷ്ടതയുണ്ടായത് അല്ലേ? ദാവീദിനെ പോലെ അവിടെ എത്രയോ പേരുണ്ട്, എത്രയോ യുവാക്കളുണ്ടായിരുന്നു ദാവീദിന്റെ കാലഘട്ടത്തിൽ. ദാവീദിനെ പോലെ വലിച്ചെറിയപ്പെട്ടോ? ദാവീദിനെ പോലെ ഓടി ഒളിക്കേണ്ടി വന്നോ? ഇല്ല. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ദാസന്മാരുടെയും കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ, എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്, യാതൊരുവിധ മാറ്റവും ഇല്ല. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന റോമാലേഖനം 8:26 മുതൽ ഒന്നുകൂടി വായിക്കാം. റോമ 8:26 മുതൽ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അടുത്ത വാക്യം വായിച്ചോ. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ച് വിശുദ്ധർക്ക് വേണ്ടി, ആർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും? വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അശുദ്ധരാണെങ്കിലോ? അശുദ്ധരാണെങ്കിലോ മാധ്യസ്ഥം വഹിക്കുമോ? ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് 2 പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഒന്ന് പരിശുദ്ധാത്മാവും ഒന്ന് ക്രിസ്തുവും അല്ലേ? നമുക്ക് വേണ്ടി സ്വർഗത്തിലെ മധ്യസ്ഥൻ യേശു ക്രിസ്തു, 2 പരിശുദ്ധാത്മാവ്. ഈ 2 പേരുടെയും പ്രത്യേകത എന്താ അറിയാമോ? യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രത്യേകത സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും എല്ലാമാണ്. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും മറ്റൊരുവൻ UK-യിലോ അമേരിക്കയിലോ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥനയെ, അവൻ്റെ ഹൃദയത്തെ, അവാച്യമായ നെടുവീർപ്പുകളെ പോലും ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ഭാഷയിൽ വയ്ക്കാൻ പറ്റുന്ന ആളാണ് ആര്? പരിശുദ്ധാത്മാവും യേശുക്രിസ്തുവും. എല്ലാ ലാംഗ്വേജും അവർക്ക് അവൈലബിൾ ആണ്. എല്ലാ ഹൃദയത്തിൻ്റെ ഭാഷയും അവർക്ക് മനസ്സിലാവും. ഏത് കാര്യവും അവർക്ക് മനസ്സിലാവും. മാതാവിന് മനസ്സിലാവോ? ഞാൻ മലയാളത്തിൽ പറഞ്ഞ മാതാവിന് എന്ത് മനസ്സിലാവാനാ? സെബസ്ത്യാനോസ് പുണ്യാളിന് മനസ്സിലാവോ? ഔസേപ്പിതാവിന് മനസ്സിലാവോ? ഇങ്ങനെയുള്ള ആർക്കെങ്കിലും മനസ്സിലാവോ?
ഞാനിവിടെ ഇരുന്ന് കന്നഡയിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവും? എത്ര പേർക്ക് മനസ്സിലാവും? കുത്കൊള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവോ? അറിയില്ല. തമിഴിൽ പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവും. കാരണം നിങ്ങൾ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് കുറേയൊക്കെ നിങ്ങൾക്ക് തമിഴ് അറിയാം. എന്നെയൊക്കെ നന്നായിട്ട് നിങ്ങൾ തമിഴ് പറയും. എന്ന് പറയുന്ന പോലെ സർവശക്തനായ സർവ്വവ്യാപിയായ പരിശുദ്ധാത്മാവിന് നിന്റെ ഹൃദയത്തിന്റെ വേദന പോലും അറിയാം. ഹൃദയത്തിന്റെ ഭാഷ, നെടുവീർപ്പ്. ആ നെടുവീർപ്പിനൊരു ഭാഷയുണ്ട്. ആ ഒറ്റ ശ്വാസം ഈ എടുക്കുന്ന സാധനത്തിന് പോലും ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് പോലും ആർക്കറിയാം? ഹോളി സ്പിരിറ്റിന് അറിയാം. നിന്റെ നെടുവീർപ്പ് പോലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായിട്ട് വരും. കാരണം ആ നെടുവീർപ്പിനും ഒരു ലാംഗ്വേജ് ഉണ്ട്, ഒരു ഭാഷയുണ്ട്. അതുപോലും അറിയാവുന്നവനാണ് പരിശുദ്ധാത്മാവ്. നിന്റെ സർവ്വകാര്യവും അറിയാവുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇതെല്ലാം ഉണ്ടായിരിക്കെ ഈ ഭാഷ അറിയാത്തവരോട് നിങ്ങൾ എന്തിനാ പോയി കഷ്ടപ്പെടുന്നേ? നിങ്ങൾ എന്തിനായി പോയി നിലവിളിക്കുന്നേ? പ്രതിമയ്ക്ക് നിങ്ങളുടെ ഭാഷ അറിയാമോ? അറിയോ? കൃപാസന അമ്മച്ചിക്ക് നിങ്ങളുടെ ഭാഷ അറിയോ? അറിയില്ല. ഏതെങ്കിലും വിഗ്രഹങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. സകല വിഗ്രഹത്തിനും സകല രൂപങ്ങൾക്കും നിങ്ങളുടെ ഭാഷ പോയിട്ട് നിങ്ങളെപ്പോലും അറിയത്തില്ല. അവരുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് നിലവിളിച്ച് നമ്മുടെ ഇമോഷനൊക്കെ വെറുതെ, കണ്ണുനീരൊക്കെ വെറുതെ പാഴാക്കുന്നത്. കർത്താവ് പറയാണ്, നിന്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങളെ, വിചാരങ്ങളെ, നെടുവീർപ്പുകളെ അറിയാവുന്നവനാണ് ദൈവം. നീ വാക്കുകൊണ്ട് വലിയ കവിതയൊന്നും എഴുതണ്ട, വലിയ സാഹിത്യമൊന്നും നീ എഴുതി വെക്കണ്ട. അല്ലാതെ തന്നെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ പോലും അറിയാവുന്ന ദൈവം വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആ വാക്യം ഒന്നുകൂടി വായിച്ചു. 27-ാം വാക്യം. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തെ പരിശോധിക്കുന്നവനാണ് ദൈവം. നിന്റെ ആത്മാവിൻ്റെ ഇഷ്ടം, നിന്റെ ആത്മാവിൻ്റെ ഇഷ്ടത്തെ, നിന്റെ ഹൃദയത്തിൻ്റെ ചിന്തകളെ, അതിൻ്റെ ആഴത്തിലിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങളെ പോലും അറിയാവുന്നവനാണ് ദൈവം. നീ വാക്കുകൊണ്ടൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല, ഒറ്റ പ്രാവശ്യം പോലും നീ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഉള്ളിലെ ആ ദുഃഖത്തെ പോലും അറിയാവുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മൾ ആരോടും ഇതുവരെ റിക്വസ്റ്റ് ചെയ്യാത്ത പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് നടന്നിട്ടുണ്ടോ ഇല്ലേ? നടന്നിട്ടുണ്ടോ ഇല്ലേ? ഒരൊറ്റ ആളോടും പറഞ്ഞിട്ടില്ല. കാരണം പറയാൻ നമുക്ക് നാണോ. ഇതും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്നെ കളിയാക്കിയാലോ, ഈ പേടി നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയാത്ത വിഷയങ്ങളുണ്ട്. പക്ഷെ പറയാത്ത വിഷയങ്ങൾ ദൈവം നടത്തി തന്നിട്ടില്ലേ? ഉണ്ടോ ഇല്ലേ? പരിശോധിച്ച് നോക്കുക. അങ്ങനെ പറയാത്ത വിഷയം ദൈവം നടത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവത്തിന്, പരിശുദ്ധാത്മാവിന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ സാധിക്കുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മളോട് എഴുതി പറയുന്നത്. ഹൃദയങ്ങളെ അറിയുന്നവൻ, പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഹിതം ഗ്രഹിക്കുന്നു. എന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ച് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. അടുത്ത വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്ക് അറിയാമല്ലോ. നമുക്ക് അറിയാമല്ലോ. ഞാൻ ഇത് നിങ്ങളോട് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ എന്ന്. എന്താ അറിയാവുന്നേ? നമുക്ക് അറിയാത്തൊരു കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ എന്ന്. എന്താ അറിയാവുന്നേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അങ്ങോട്ട് ദൈവസ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നവർക്ക് ഇങ്ങോട്ട് എന്താണ്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അവിടെ കാണാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവം എന്ത് ചെയ്യുന്നു? നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പൊട്ടക്കിണറ്റിൽ വിട്ടാലും മത്സ്യത്തിൻ്റെ വായിൽ പെട്ടാലും ഏത് അപകടത്തിലോ അനർത്ഥത്തിലോ പ്രതികൂലത്തിലോ പെട്ടാലും അതെല്ലാം എന്താണ്? നന്മയ്ക്കാ. കാരണം നിന്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നവൻ, നിന്റെ പ്രതിസന്ധികളെ അറിയുന്നവൻ, നിന്റെ പ്രശ്നങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. ആരാണ് നിന്റെ മധ്യസ്ഥൻ? ആരാണ് നമ്മുടെ മധ്യസ്ഥൻ? യേശുവാണ് നമ്മുടെ മധ്യസ്ഥൻ. പരിശുദ്ധാത്മാവാണ് നമ്മുടെ മധ്യസ്ഥൻ. നമ്മൾ സാധാരണഗതിയിൽ ഈ മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുന്ന എല്ലാവരും പറയുന്നതായിരുന്നു, തിങ്കളാഴ്ച എൻ്റെ മധ്യസ്ഥൻ ഇന്നാള്, ചൊവ്വാഴ്ച എൻ്റെ മധ്യസ്ഥൻ ഇന്നാള്, അസാധ്യ കാര്യങ്ങൾക്ക് ഞാൻ മധ്യസ്ഥം വഹിക്കുന്ന ഇന്ന വ്യക്തിയോട്, ഇന്ന പ്രശ്നം ഇന്ന മധ്യസ്ഥനടുത്ത്. ഇങ്ങനെ സത്യത്തിൽ തിങ്കളാഴ്ച നമ്മളൊരു മധ്യസ്ഥനെ പിടിക്കും, ചൊവ്വാഴ്ച അവനെ തള്ളും, ചൊവ്വാഴ്ച പുതിയ ആളെ പിടിക്കും, ചൊവ്വാഴ്ച വൈകുന്നേരം ആകുമ്പോൾ അങ്ങോരെ തള്ളും, ബുധനാഴ്ച നമ്മൾ പുതിയ ആളെ പിടിക്കും, ബുധനാഴ്ച അങ്ങോരെയും തള്ളും. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മൾ പറയും, മാതാവ് മാത്രമാണ് എൻ്റെ സകല കാര്യങ്ങളും നടത്തി തരുന്ന മധ്യസ്ഥ എന്ന് പറയും. പിറ്റേ ദിവസം കാലത്ത് കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ അടുത്ത മധ്യസ്ഥൻ, ഇന്നത്തെ ഒപ്പീസ് അനുദിന വിശുദ്ധൻ, ഇന്നത്തെ വിശുദ്ധനാണ് എൻ്റെ മധ്യസ്ഥൻ എന്ന് പറയും. ഈ പരിപാടി ഇനിയെങ്കിലും, ഈ അവിശ്വസ്തത നമ്മൾ ഇനിയെങ്കിലും നിർത്തണം. കാരണം
നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ഏക മധ്യസ്ഥൻ പരിശുദ്ധാത്മാവും കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നൊരു ബോധ്യവും നമുക്കുണ്ടാകണം. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് വെച്ചിട്ട് ഇനി വിഷമമുണ്ടോ? ഉണ്ടോ? കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ടാണ്. അതിൻ്റെ നെടുവീർപ്പുകൾ പോലും പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ വരും. നമുക്കൊന്ന് എഴുന്നേറ്റ് വെക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വലിയ കൃപയിൽ നമ്മളായിരിക്കുക, അനുഗ്രഹത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. ദൈവത്തിൻ്റെ ആ ശക്തമായ കൃപയ്ക്ക് വേണ്ടിയിട്ട്, അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. നമ്മളെ കണ്ണുകളൊക്കെ അടയ്ക്കാം. കർത്താവിൻ്റെ കരുണയിൽ കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ആത്മശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അനുദിനം ദൈവത്തെ ആരാധിപ്പാൻ കർത്താവെ, നിന്നെ ആരാധിക്കാൻ, നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ വാക്കുകൾ അറിയത്തില്ല, പ്രാർത്ഥനകൾ ഞങ്ങളുടെ അതരത്തിലില്ല. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന്, ഏത് തരത്തിൽ, ഏത് വാക്കുപയോഗിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യാതൊരു വിധത്തിലും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എത്ര പേർക്ക് വിശ്വാസമുണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്? എൻ്റെ നെടുവീർപ്പുകൾ പോലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായി ഉയർത്തുന്ന ആ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കും. ആ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ.